ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചാളുകൾ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേയറ്റം വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒരു കൂട്ടം ആളുകളുടെ വഫാത്ത് ഒന്നിച്ചു നടന്ന ഒരു മാസമാണ് സഫർ മാസം. ഹിജറ 4-ാം വർഷത്തിൽ ബിർ മഅൂനത്ത് സംഭവം എന്ന പേരിലുള്ള ഒരു മഹത്തായ പ്രസിദ്ധമായ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നടന്നിട്ടുണ്ട്. ആ ബിർ മഅൂനത്തിൽ പങ്കെടുത്തിട്ടുള്ള അവിടെ വെച്ച് കൊല്ലപ്പെട്ട പ്രധാനികൾ വളരെയധികം ഈ ഉമ്മത്തിന് കടപ്പെട്ടവരും നമുക്കെല്ലാവർക്കും എപ്പോഴും ഓർക്കേണ്ടവരുമാണ്. ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെയും യുദ്ധവിവരങ്ങളുടെയും ഒക്കെ പട്ടികയിലുള്ളതായതുകൊണ്ട് അതിൻ്റെ ചരിത്രം വളരെ വ്യക്തമായി ചരിത്ര ഗ്രന്ഥങ്ങളിൽ ലഭ്യവുമാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും അടക്കമുള്ളവരൊക്കെ ഈ സംഭവത്തെ അധികരിച്ചുകൊണ്ട് വിശദമായി വിവരിച്ചിട്ടുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ ബദർ യുദ്ധത്തിനും ഉഹദിനും ശേഷം നടന്നിട്ടുള്ള ഒരു സംഭവം എന്ന നിലക്ക് ബിർ മഅൂനത്ത് സംഭവം വളരെ വലിയ ഒരു സംഭവമാണ്. ആദരവായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിൽ ഖുർറാ എന്ന പേരിൽ ഖുർആൻ അതുവരെയുള്ളതൊക്കെ പഠിക്കുകയും അതനുസരിച്ചുകൊണ്ട് തന്നെ ജീവിതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന അന്നുകാലത്ത് സ്വഹാബാക്കൾക്കിടയിൽ ഖുർറാ എന്ന് വിളിക്കപ്പെട്ടിരുന്ന മഹാന്മാരാണ് ബിർ മഅൂനത്തിൽ കൊല്ലപ്പെട്ടവരിലധികവും ഷഹീദായിട്ടുള്ളവരിലധികവും. അത്തരം ആളുകളെ 70 ആളുകൾ മൊത്തമായി പറയും, 40 ആളുകളെ ഒരു ഭാഗത്തേക്കും 10 ആളുകളെ വേറൊരു സൈന്യവുമായും ഒക്കെ പല വിധേന റിപ്പോർട്ടുകളുണ്ട്. ഏതായാലും വളരെ പ്രധാനപ്പെട്ട ആളുകളായ അവരെ ദാരുണമായി കൊല ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുബ്ഹ് നിസ്കാരത്തിൽ കുനൂത്ത് എന്ന രീതിയിൽ നമ്മളിപ്പോൾ നിർവഹിച്ചു വരുന്ന ആ കുനൂത്തിൻ്റെ തുടക്കം ഈ സംഭവത്തെ തുടർന്നാണെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അതിനു മുൻപ് കുനൂത്ത് ഈ നമസ്കാരത്തിൽ ഉണ്ടായിരുന്നില്ല. ഇവർക്ക് വേണ്ടി ഇവരെ വധിച്ചവർക്കെതിരെ കനത്ത ഭാഷയിൽ അള്ളാഹുവിൻ്റെ റസൂൽ ശാപം കൊണ്ടും ലഅനത്ത് കൊണ്ടും ദുആ ചെയ്തുകൊണ്ട് അവരുടെ പേരിൽ ശാപം ചൊരിയാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ച നാസിലത്തിൻ്റെ കുനൂത്താണ് ഇതിൻ്റെ തുടക്കം. ഈ കുനൂത്ത് പിന്നെ സുബ്ഹ് നിസ്കാരത്തിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്ത് വരെ നബി പഠിപ്പിച്ച രീതിയിൽ കുനൂത്ത് അങ്ങനെ നിലനിന്നു വന്നു. അതനുസരിച്ചു തന്നെ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സുബ്ഹ് നിസ്കാരത്തിലെ ഒരു പ്രത്യേക ചര്യയായും സുന്നത്തായും സുബ്ഹിലെ കുനൂത്തിനെ പ്രത്യേകം നിർണയിക്കുകയും നമ്മൾ ഷാഫിഈ മദ്ഹബുകാരായ എല്ലാവരും ഈ കുനൂത്ത് സുബ്ഹിക്ക് നിർവഹിച്ചു വരികയും ചെയ്യും. കുനൂത്ത് ഇല്ലാത്ത ഒരു സുബ്ഹ് നിസ്കാരം നമ്മൾ ഷാഫിഈ മദ്ഹബുകാരായ ആളുകളെ സംബന്ധിച്ച് അചിന്ത്യമാണല്ലോ. ഒരു പുതുമയ്ക്കാരൻ നമുക്ക് കുനൂത്തില്ല എന്നാൽ ഒരു ഉപ്പില്ലാതെ കഞ്ഞിടിച്ച മാതിരി എന്നൊക്കെ പറയണ മാതിരിക്കാരനെ കുനൂത്തില്ലാത്ത നിസ്കാരത്തെ നമ്മൾ എവിടെയെങ്കിലും പെട്ടാൽ ഏതെങ്കിലും മറ്റു മദ്ഹബുകാരുടെ ഒപ്പം നമ്മൾ നിസ്കരിക്കാൻ വന്നാൽ പെട്ടാൽ പോലും അവരുടെ ഇമാമത്തിൻ്റെ കീഴിൽ നമ്മൾ മാമൂമികളായി നിന്നാൽ പോലും നമ്മുടെ ആ സമയത്ത് നമുക്ക് പറ്റാവുന്നത്ര വേഗം കുനൂത്ത് ഓതി ഇമാമിൻ്റെ ഒന്നാമത്തെ സുജൂദിൽ തന്നെ പങ്കുചേരാൻ പറ്റുന്ന വിധം കുനൂത്ത് നിർവഹിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ് നമ്മുടെ ഇത് സംബന്ധിച്ചുള്ള മസാല. അപ്പോൾ അത്ര നമ്മൾ സുന്നത്താണ്. മാത്രമല്ല അത് ഒഴിഞ്ഞു പോവുകയോ മനഃപൂർവ്വം ഒഴിവാക്കുകയോ ചെയ്താൽ അതിൻ്റെ പേരിൽ സെഹുവിൻ്റെ സുജൂദ് സുന്നത്തുമുണ്ടല്ലോ. അപ്പോൾ സെഹുവിൻ്റെ സുജൂദ് ചെയ്തുകൊണ്ട് അതിൻ്റെ പുണ്യം നഷ്ടപ്പെടാതെ പരിഹരിക്കപ്പെടുന്ന വിധത്തിൽ വീണ്ടെടുക്കാൻ വരെ ശറഅ് നിശ്ചയിച്ചിട്ടുള്ള ഒരു മഹത്തായ സുന്നത്താണ് കുനൂത്ത്. ആ കുനൂത്തിൻ്റെ തുടക്കം ഈ ബിർ മഅൂനത്തിൽ കൊല്ലപ്പെട്ട സ്വഹാബത്തിനെ തുടർന്നാണ്. മഹാനായ ഹറാം ഇബ്നു മിൽഹാൻ എന്ന് പറയുന്നത് അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അമ്മാവനാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പെങ്ങന്മാരാണ്, അതായത് മുലകുടി ബന്ധത്തിലുള്ള പെങ്ങന്മാരാണ് ഇദ്ദേഹത്തിൻ്റെ 2 സഹോദരിമാർ. അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ് ഉമ്മു സുലൈം ബീവി, അവർ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പെങ്ങളാണ്. മുലകുടി ബന്ധത്തിലുള്ള പെങ്ങൾ എന്ന നിലയ്ക്ക് തന്നെ നബി തങ്ങൾ അവരുടെ വീട്ടിൽ താമസിക്കുകയും
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി പങ്കൾ എന്ന നിലപാടിൽ തന്നെ അവർ വർത്തിക്കുകയും ചെയ്തിരുന്നത് ഹദീസുകളിലൊക്കെ കാണാം. ആ ഉമ്മു സുലൈം ബീവിയുടെ സഹോദരനാണ് ഹറാം മൽഹാൻ എന്ന് പറയുന്നത്. ഈ ഹറാം മൽഹാൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ സംഘത്തെ അയച്ചത് എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വന്നിട്ടുള്ള ഒരു സംഘത്തിലേക്ക് നജിദിൻ്റെ ഭാഗത്തേക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി, ഖുർആൻ പഠിപ്പിക്കുന്നതിന് വേണ്ടി അയച്ചു തന്നാൽ അവർക്ക് ആ ഭാഗങ്ങളിലൂടെ ദീനിൻ്റെ ദഅവത്ത് നടത്തി ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിലേക്ക് വരാനും ദീനിൻ്റെ അനുയായികളായി മാറാനും അവസരം ലഭിക്കുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോയ ആൾ വഴിയിൽ വെച്ച് അവരെ ഇടയിൽ നജിദുകാർ വലിയ ശത്രുക്കളാണല്ലോ, അവർ വഴിയിൽ വെച്ച് വല്ലതും ചെയ്താൽ നമ്മുടെ ആളുകൾ പോകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഞങ്ങൾ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് സംരക്ഷണോത്തരവാദിത്വം വരെ കൊണ്ടുപോയ ആൾ കൈയൊഴിയുകയും അവസാനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിയോഗിയായ ആമിർ ഇബ്നു തുഫൈലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം, വലിയ ഗോത്രക്കാർ, ഹക്കുവാൻ എന്നീ പേരിൽ അറിയപ്പെടുന്ന ഗോത്രക്കാർ, അവരുടെ കൂടെ ഉസയ്യ, ബനു ലഹിയാൻ എന്ന കൂട്ടക്കാരൊക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാപപ്രാർത്ഥനയിലും ഖുനൂത്തിൽ എതിരായി ദുആ ചെയ്യുന്നതിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ ആധാരമായ സംഭവങ്ങൾ ഇതിൻ്റെ കൂടെ പലതും നടന്നിട്ടുമുണ്ട്. ഒരു 10 അംഗ സംഘം മക്കയിലേക്ക് അവിടുത്തെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ബദറിൻ്റെ ശേഷം പോകുമ്പോൾ അവരെ വഴിയിൽ വെച്ച് വന്ന ഒരു കൂട്ടർ, അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ചരിത്രത്തിലുള്ളത്. അത്തരം ആളുകളെ കൊല്ലലും അതുപോലത്തെ 2-3 സംഭവം ഒരൊറ്റ സമയത്താണ് ഏതാണ്ട് സംഭവിച്ചത്. ഇതെല്ലാം കൂടി വേദനിച്ചാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെയൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് പ്രത്യേകം ഈ ഖുനൂത്തിൽ ശാപപ്രാർത്ഥന നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട നബിയെ വേദനിപ്പിച്ച സംഭവം ഈ ബിഅ്ർ മഅൂനത്തിൻ്റെ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് എന്നവരുമാണ് മദീനയിലേക്ക് ഹിജറ പോയത് എന്നാണ് ഹിജറയെ സംബന്ധിച്ചുള്ള നമ്മുടെ പാഠം. നമ്മൾ മനസ്സിലാക്കി വരുന്ന ചരിത്രം അതാണ്. ആരാണ് നബിൻ്റെ കൂടെയെന്ന് വെച്ചാൽ സിദ്ദീഖ് എന്നവർ. പക്ഷെ അവരെ സേവിക്കുന്ന ഒരു സേവകൻ ഇവരുടെ കൂടെയുണ്ട്. ആമിർ ഇബ്നു ഫുഹൈറ റളിയല്ലാഹു അൻഹു തങ്ങളെ പറയുന്നത്. ആമിർ ഇബ്നു ഫുഹൈറ എന്നവരാണ് 3 ദിവസം വാറുസൗറിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭക്ഷണമായി ഒട്ടകത്തെ കൊണ്ടുപോയി കറന്നു കൊടുത്ത് പാല് കൊടുത്തുകൊണ്ട് ആ 3 ദിവസവും നബിതങ്ങളെയും സിദ്ദീഖ് എന്നവരെയും പോറ്റിയിരുന്നതും സംരക്ഷിച്ചിരുന്നതും ഈ ആമിർ ഇബ്നു ഫുഹൈറ എന്നവരാണ്. ആ ഒട്ടകത്തെ നോക്കാൻ രാവ് തന്നെ മുഴുവനായി ഉറക്കമടച്ചുകൊണ്ട് തഞ്ചം നോക്കി, സന്ദർഭം നോക്കി, വാറുസോർക്ക് ഇപ്പോൾ പോയി കയറുന്നവർക്കറിയാം അവിടെ കണ്ട് കയറിക്കിട്ടണമെന്നുള്ള പ്രയാസം. ആ പ്രദേശത്തേക്ക് എന്നും രാവിലെ എല്ലാവരും കൂരാക്കൂരിട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന അശ്രദ്ധമാകുന്ന സമയത്ത് തന്നെ ഈ ഒട്ടകത്തെ, കറവയൊട്ടകത്തെ കൊണ്ടുചെന്ന് പാല് കൊടുത്ത് അള്ളാഹുവിൻ്റെ റസൂലിനെയും സിദ്ദീഖ് എന്നവരെയും ആ 3 ദിവസവും നോക്കിയിരുന്ന ആ മഹാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയാണ് ഹിജറ പോയത്. ഹിജറയിൽ നബി തങ്ങളുടെ പിന്നിലിരുത്തും ചില സന്ദർഭങ്ങളിൽ, സിദ്ദീഖ് എന്നവരുടെ പിന്നിലിരുത്തും ചില സന്ദർഭങ്ങളിൽ. 2 ഒട്ടകമല്ലേ ഉള്ളൂ, 3 ആൾ. ഈ 2 ഒട്ടകത്തിൻ്റെ കൂടെ 3-ാമനായി ആമിർ ഇബ്നു ഫുഹൈറ എന്നവരെ നബി പിന്നിലിരുത്തി ഒട്ടകപ്പുറത്ത് കൊണ്ടുപോകും. ചിലപ്പോൾ സിദ്ദീഖ് എന്നവർ പിന്നിലിരുത്തും. അങ്ങനെ പോയ കൂട്ടാളിയാണ് ആമിർ ഇബ്നു ഫുഹൈറ. ഇവരും ഈ ബിഅ്ർ മഅൂനത്ത് സംഭവത്തിൽ കൊല്ലപ്പെട്ടവരാണ്. നിബിതങ്ങളുടെ എഴുത്തുമായി ആമിർ ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന ആളെ കാണാൻ അള്ളാഹുവിൻ്റെ റസൂൽ നിയോഗിച്ചനുസരിച്ചു കൊണ്ട് തന്നെ ഇതിൻ്റെ നായകനായ ഹറാം ഇബ്നു മൽഹാൻ എന്നിവർ ചെന്നപ്പോൾ ആ കത്ത് വായിച്ചില്ലെന്ന് മാത്രമല്ല, ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമല്ല, അതിനെതിരായി നിലകൊണ്ടുകൊണ്ട് ഈ ദൂതുമായി ചെന്നിട്ടുള്ള ആളെ കൊല്ലാൻ തൻ്റെ കൂട്ടക്കാർക്ക് ആംഗ്യഭാഷയിൽ വിവരം നൽകുകയും അതനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തെ പിന്നിൽ നിന്ന് വന്നുകൊണ്ട് ചതിയിൽ ഒരാൾ വെട്ടുകയും ചെയ്തുകൊണ്ടാണ് അവരുടെ നായകരായ ഹറാം ഇബ്നു മൽഹാൻ എന്നിവർ മരണപ്പെട്ടത്. ബഹുമാനപ്പെട്ടവർ ആ വെട്ട് കിട്ടിയപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്, തലയിലും മുഖത്തും ഒന്നാകെ അദ്ദേഹം ആ വെട്ടിൽ നിർഗളിച്ചു വന്ന രക്തത്തെ പുരട്ടി എല്ലായിടത്തും. ഷഹീദായ ആളെ ഷഹാദത്തിൻ്റെ രക്തത്തോടുകൂടിയാണല്ലോ നാളെ പരലോകത്ത് ഹാജരാക്കപ്പെടുക. ഈ ഹദീസിൻ്റെയും വിവരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ
എല്ലായിടത്തും ഈ ചെഞ്ചോരയിൽ കുതിർന്നുകൊണ്ട് മുഖവും തലയും മൊത്തം ഈ രക്തസാക്ഷിത്വത്തിൻ്റെ രക്തത്തിൽ ശരിക്കും ചിഹ്നമാക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ മുഖത്തും തലയിലും ആകെ വാരിപ്പൊത്തുകൊണ്ട് അല്ലാഹു അക്ബർ ഫുസ്തു വറബ്ബിൽ കഅബ എന്ന് ബഹുമാനപ്പെട്ടവർ ഈ വെട്ടുകെട്ടിയപ്പോൾ പറഞ്ഞ അതാണ് ഫുസ്തു വറബ്ബിൽ കഅബ, ഞാൻ ഷഹാദത്ത് നേടിപ്പോയി, കഅബയുടെ നാഥനെയാണ് എനിക്ക് കിട്ടേണ്ടത്, കിട്ടിപ്പോയി, അല്ലാഹു അക്ബർ എന്ന് സന്തോഷിക്കുമ്പോൾ അവർ ചൊല്ലുന്ന തക്ബീറിൻ്റെ വാചകമാണ് ബഹുമാനപ്പെട്ടവർ അന്ന് ആ സമയത്ത് ചൊല്ലിയത്. അതിൽ തന്നെ ബഹുമാനപ്പെട്ടവർ മരണപ്പെട്ടു വീണു. പിന്നീട് അദ്ദേഹം മാറ്റി നിർത്തി, നിങ്ങൾ മദീനത്തേക്ക് പോയിക്കോളൂ, എനിക്ക് വല്ലതും കിട്ടിയാൽ എന്ന് പറഞ്ഞേൽപ്പിച്ചിരുന്ന ആൾക്കാരെയും അവരെയും പിന്തുടർന്ന്, അവരെ പിന്തുടർന്നപ്പോൾ കൂട്ടാളികൾ കുറച്ച് അകലെ നിർത്തിയിരുന്നവരെ മുഴുവൻ പിന്തുടർന്ന് 70 അംഗങ്ങളിൽ നിന്ന് ഒരാൾ, ഒരു കാൽമുടന്തുള്ള ചട്ടയായ ഒരാളെ മാറ്റി നിർത്തി മറ്റെല്ലാവരെയും വധിക്കുകയും നിഷ്കരണം കൊല്ലുകയും ചെയ്ത സംഭവമാണ് ബിഅ്ർ മഅൂനത്ത് സംഭവം. ഈ ബിഅ്ർ മഅൂനത്ത് സംഭവത്തിൽ ഷഹീദായിട്ടുള്ള ആളുകളെ കൊന്ന ഘാതകന്മാർക്കെതിരെയാണ് അൽ-അരിഇലിം വദഖ്വാന എന്ന ആ 2 ഗോത്രക്കാർക്കെതിരെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുനൂത്ത് നിർവഹിച്ചതും ആ ഖുനൂത്ത് പാസ്സാക്കിയതും. പിന്നീട് സുബ്ഹിന്റെ ഖുനൂത്ത് അങ്ങനെ നിന്നേ ഉള്ളൂ. ആ മഹത്തായ സംഭവം നടന്ന സഫർ മാസം, അത് സഫർ മാസത്തിലാണ് ആ സംഭവം ഇസ്ലാമിക സൈനിക നീക്കങ്ങളുടെ കാര്യത്തിൽ കൂട്ടത്തിൽ കാണുന്നത്. അപ്പോൾ ഈ സ്വഹാബത്ത് അള്ളാഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിൻ്റെയും ഷഹാദത്തിൻ്റെയും പുണ്യം നേടിയിട്ടുള്ള ഈ മഹത്തുക്കളായ സ്വഹാബത്ത് ഈ സഫർ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കുന്നവരുടെ കൂട്ടത്തിൽ മുന്നണിയിലാണ്. അവർ അല്ലാഹുവിൻ്റെ റസൂലിൽ ഏറ്റവും പിരിശപ്പെട്ടവരാണ്. ഖുറാ എന്നാണ് അവരുടെ സ്വഹാബത്തിനിടയിൽ വിളിക്കപ്പെടുക. ഖുറാ എന്ന് വിളിക്കപ്പെടുന്നതിന് പ്രത്യേക കാരണം തന്നെ പകലന്തിയോളം അവർ വിറക് ശേഖരിക്കാൻ വേണ്ടി പോകും മദീനത്തെ ഫോറസ്റ്റിൽ. അങ്ങനെ വിറക് ശേഖരിച്ച് കൊണ്ടുവന്ന് അത് തലച്ചുമടായി കൊണ്ടുവന്ന് വിൽക്കുകയും ആ വിറ്റ കാശ് കൊണ്ട് അവർക്ക് അത്യാവശ്യം കഴിയേണ്ട വളരെ അരിഷ്ടിച്ച ഭക്ഷണം മാത്രം കഴിച്ച് ബാക്കിയെല്ലാം അവർ സ്വതക്ക ചെയ്യുകയും ചെയ്യും. പകൽ ഇവരുടേത് പകലന്തിയോളം ഇങ്ങനെയാണ്. രാത്രിയായാൽ രാത്രി മുഴുവനും ഈ ലഭ്യമായ ഖുർആനുകളെല്ലാം ഓതിക്കൊണ്ട് നമസ്കരിക്കുകയാണ് അവരുടെ പ്രവർത്തനം. അങ്ങനെ രാവും പകലും ഇബാദത്തിലായി മുഴുകിയിരുന്നവരും അങ്ങനെ തന്നെ കഴിഞ്ഞിരുന്നവരുമായ മഹാന്മാരാണ് ഈ ബിഅ്ർ മഅൂനത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള ശുഹദാക്കൾ. അള്ളാഹു അവരുടെ എല്ലാ പദവികളും ഉയർത്തുമാറാകട്ടെ. അവരുടെ ഉയർന്ന പദവികളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുന്ന റഹ്മത്തിൻ്റെ ശേഷിപ്പുകളും അതിൻ്റെ അല്പഭാഗങ്ങളും തെറിപ്പുകളും നമ്മളെല്ലാവരും നമ്മുടെ കുടുംബാദികളിലും ഇഷ്ടക്കാരിലും പിരിശക്കാരിലും അള്ളാഹു സുബ്ഹാനഹു വ തആല വർഷിക്കുമാറാവട്ടെ. അവരെ ഇന്ന് നമ്മൾ ഈ പരിപാടിയിലെ ഖിറാഅത്തിലും അവർക്ക് വേണ്ടിയുള്ള പാരായണത്തിലും ഇൻഷാ അല്ലാഹ് ഉൾപ്പെടുത്തണം. അതിൻ്റെ ബറക്കത്ത് നമുക്കും നമ്മുടെ ഇഷ്ടക്കാർക്കും പിരിശക്കാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി ലഭ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കനിയുമാറാവട്ടെ. അതേപോലെ വളരെ പ്രസിദ്ധരായ പല പണ്ഡിതന്മാരും പല ഇമാമുകളും മുഹദ്ദിസുകളും ഈ മാസത്തിൽ വഫാത്തായിട്ടുള്ളവരും നമ്മൾ അനുസ്മരിക്കുന്നവരും കിതാബുകളിൽ സുപരിചിതമായി ഓതുന്ന പണ്ഡിതന്മാർക്കും മുസ്ലിംമാർക്കുമൊക്കെ അറിയപ്പെട്ടവരുമുണ്ട്. അല്ലാതെ ഒരുപാട് കാണും. നമ്മൾ അറിയപ്പെട്ട ആളുകളെ പറയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അവരിൽ വളരെ പ്രധാനിയാണ് ഇമാം നസായി. 4 സിഹാഹിൻ്റെ ഗ്രന്ഥങ്ങളാണല്ലോ, സ്വഹീഹായ ഹദീസുകൾ ക്രോഡീകരിച്ചിട്ടുള്ള 4 സിഹാഹിൻ്റെ ഗ്രന്ഥങ്ങൾ 6 അതിൽ ബുഖാരി മുസ്ലിമും കഴിച്ചാൽ ബാക്കി 4 സിഹാഹിൻ്റെ സുനനുകളാണ് നമ്മൾ പറയാം. ബുഖാരി, മുസ്ലിം, അത് കഴിഞ്ഞാൽ പിന്നെ അബൂദാവൂദ്, തുർമുദി, ഇബ്നു മാജ, നസായി. ഈ പറയുന്ന നസായി എന്ന് പറയുന്ന ഇമാം, ഈ മഹാനായ ഇമാം നസായി എന്നവർ വഫാത്തായത് ഈ സഫർ മാസത്തിലാണ്. ഹിജറ 303 സഫർ മാസം 13 ബഹുമാനപ്പെട്ടവർ വഫാത്തായത്. വലിയ മുഹദ്ദിസാണ്, വലിയ പണ്ഡിതരാണ്. ഓരോരുത്തരും പറഞ്ഞാൽ നമ്മുടെ സമയം പോകും, നമുക്ക് ഖുർആൻ ഓതണമല്ലോ. അതുകൊണ്ട് നമ്മൾ പേരിക്കെല്ലാം പേര് ഓർമ്മയിൽ വരുത്തുക, ആളുകളെ മനസ്സിലാക്കാമെന്ന് മാത്രം. അതേപോലെ തന്നെ ഇമാം ബുഖാരി, ഇമാം മുസ്ലിം എന്നീ മഹത്തുക്കളായ ഇമാമുകൾ സിഹാഹ് അവരുടെ 2 പേരുടെയും സ്വഹീഹായ ഗ്രന്ഥങ്ങളിൽ ശേഖരിച്ചിട്ടുള്ള ഹദീസുകൾ, ആ ഹദീസുകളെ അവർക്ക് അവരുടെ വ്യവസ്ഥപ്രകാരം നിബന്ധന പ്രകാരമുള്ള സ്വഹീഹുകളാണ് അവരുടെ 2 ഗ്രന്ഥത്തിലും അവർ ശേഖരിച്ചിട്ടുള്ളൂ. ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠമുള്ള അവർ അവരുടെ വ്യവസ്ഥ പ്രകാരം സ്വഹീഹ് എന്ന് പറയാനും
ഈ രണ്ട് ഗ്രന്ഥത്തിനും ചേർക്കാനും പറ്റുന്ന ഹദീസുകളാണ് അവർ രണ്ടുപേരും സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ ചേർത്തിട്ടുള്ളൂ. അതേ വ്യവസ്ഥയുള്ള ഒരുപാട് സ്വഹീഹായ ഹദീസുകൾ പുറത്തുണ്ട്. അതൊരുപാട് ശേഖരിച്ച് കിട്ടിയിട്ട് ഇമാം ബുഖാരിക്കും ഇമാം മുസ്ലിം എന്നിവർക്കും അവരുടെ സിഹാഖിൽ തന്നെ കൊണ്ടുവരാമായിരുന്ന ഹദീസുകൾ അവരുടെ വ്യവസ്ഥ പ്രകാരം തന്നെ നിബന്ധനകളെല്ലാം മൊത്ത സഹീഹുകളായ ഹദീസുകൾ എന്ന പേരിൽ ഇമാം ബുഖാരി മുസ്ലിം എന്നിവരുടെ സിഹാഹുകൾക്ക് സ്വഹീഹൈനിക്ക് ഒരു പ്രത്യേക അനുബന്ധമെന്ന നിലയ്ക്ക് ബഹുമാനപ്പെട്ടവർ ഇമാം ഹാക്കിം എന്നവർ രചിച്ചിട്ടുള്ള അൽ മുസ്തദർക്ക് എന്ന ഗ്രന്ഥം കിതാബുകളുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് എല്ലാവർക്കും അറിയും. റവാഹുൽ ഹാക്കിം എന്നവർ മുഹദ്ദിഥീങ്ങളുടെ കൂട്ടത്തിൽ ഹുജ്ജത്ത് എന്ന് വാഴ്ത്തപ്പെടുന്നവരാണ്. സാധാരണ 1,00,000 ഹദീസ് അതിൻ്റെ സനദ് സഹിതമൊക്കെ മനപ്പാഠമുള്ള ആളുകളെ വിളിക്കുന്നതാണ് ഹാഫിദ് എന്ന് പറയുന്ന പേര്. നമ്മൾ ഹാഫിദ് പറയുമ്പോൾ ഖുർആൻ ഇപ്പോഴാക്കിയ ആൾ അപ്പം നമ്മൾ വേഗം പറയാം. ഖുർആൻ ഇപ്പോഴാക്കിയ ചെറിയ കുട്ടികളെ നമ്മൾ ഹാഫിദ് എന്ന് പറയാം. അവർ പണ്ട് കാലത്തൊന്നും ഹാഫിദ് അറിയില്ല. ഖുർആൻ മനപ്പാഠമാക്കിയ ആൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല